ഇപ്പോൾ നമ്മോടൊപ്പം സി കെ ശശീന്ദ്രൻ കൂടി ചേരുകയാണ്. അനൂപ്, ദയവായി തുടരൂ ഡീറ്റെയിൽസിലേക്ക് എത്തുന്നതിന് മുമ്പ്. ശ്രീ സി കെ ശശീന്ദ്രൻ, മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും ബാലകൃഷ്ണൻ MLA അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒഴിവില്ല. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. മാത്രമല്ല കോൺഗ്രസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരിക്കുകയും ചെയ്യും പോലീസ്. ശ്രീ സി കെ ശശീന്ദ്രൻ, കോടതി നടപടി നിയമപരമായിട്ടേ നമ്മൾ കാണേണ്ടതുള്ളൂ. കോടതിക്കകത്ത് മുൻകൂർ ജാമ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചിതരായി എന്ന രീതിയിലൊരു പ്രചരണം കോൺഗ്രസ് നേതൃത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തികച്ചും തെറ്റാണ്. അത് കോടതിയുടെ നിയമപരമായ നടപടിയാണ്. പക്ഷേ 3 ദിവസം 20, 21, 22 തീയതികളിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പോലീസ് ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാവണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 3 ദിവസം അദ്ദേഹത്തിന് ജില്ലയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, സ്വാഭാവികമായിട്ട്. പിന്നെ പോലീസാണ് തീരുമാനിക്കേണ്ടത് എത്ര ദിവസം ചോദ്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. നിയമ നടപടി വേറെയാണ്. ഇത് സംബന്ധിച്ചാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന് പോലും അന്വേഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ടാണ് പോലീസ് അതിൽ കേസെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയൻ എഴുതി വെച്ചിട്ടുള്ള കത്തുകൾ, ആ കത്തുകളിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് വിജയൻ എഴുതി വെച്ചതാണല്ലോ, വേറെ ആരും ഉണ്ടാക്കിയതല്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആർക്കും തർക്കമില്ലല്ലോ. നേരത്തെ വ്യാജ കത്തുകൾ അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പൊ ആരും അതിനെ കുറിച്ച് പറയുന്നില്ല. വിജയേട്ടൻ മരിച്ചുപോയ അദ്ദേഹം സ്വന്തം മകനെ കൊന്ന ശേഷം അയാൾ ആത്മഹത്യ ചെയ്യായിരുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുത്ത ശേഷം, ഒന്നും ഞാൻ പറയുന്നില്ല, കൊലയ്ക്ക് കൊടുത്ത ശേഷം. കാരണം അത്രമാത്രം പരീക്ഷണായ ഒരു മനുഷ്യനായി അയാൾ മാറി. ആ സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. നിയമപരമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിയമപരമായ കാര്യങ്ങൾക്കിടയിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ IC ബാലകൃഷ്ണൻ MLAക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ കഴിയില്ല. വയനാട്ടിലാവട്ടെ നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചത് എല്ലാ കാലവും ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നതിന്റെ കൂടെ ഒരു ഭാഗമായിട്ട് നിയമപരമായ കാര്യങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോവുകയാണ്. മറ്റ് പ്രചരണങ്ങളെല്ലാം ബോധപൂർവം ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേലകളാണ്, വെള്ളപൂശാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഈ LDFന്റെയും പ്രത്യേകിച്ച് CPIMന്റെയും DYFIയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ ഊർജ്ജവത്തായ ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരുന്നത്. കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്ന ആദ്യഘട്ടത്തിൽ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ വാർത്തയെ തമസ്കരിക്കാനും തിരസ്കരിക്കാനും ശ്രമിച്ചു. ആത്മഹത്യകളുടെ പേരിൽ വിറളി പൂണ്ടുന്നവർ 2 ജീവനുകൾ പൊലിഞ്ഞിട്ടും നിസ്സംഗത പുലർത്തി. ഒടുവിൽ കൈരളി ന്യൂസ് നൽകിയ വാർത്തകളെ തുടർന്ന് അവർക്കൊക്കെ അത് സ്വീകരിക്കേണ്ടി വന്നൊരു നിലപാട്. പിന്നീട് LDFന്റെ CPIMന്റെയും DYFIയുടെയും ഒക്കെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ, ഇതൊക്കെയാണ് താങ്കളടക്കമുള്ളവർ നടത്തിയ രാപ്പകൽ സമരങ്ങൾ, നൈറ്റ് വാക്ക് പ്രതിഷേധങ്ങൾ അടക്കം ഇതിലേക്ക് സഹായകമായ ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒരു പുരോഗതി കൂടിയാണ് ഇവിടെ വിലയിരുത്തപ്പെടേണ്ടത്. സി കെ ശശീന്ദ്രൻ, തുടർന്നും അത് തന്നെ ഉണ്ടാകും. സത്യം തെളിഞ്ഞതിൻ്റെ നീതി ലഭിക്കും വരെ, അല്ലേ? അതെ, കൈരളി ന്യൂസാണ് ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത്. ഓരോ പുതിയ തെളിവുകളും പുതിയ വിവരങ്ങളും ലോകത്തോടും ജനങ്ങളോടും വിളിച്ചു പറയാൻ കൈരളി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ അവസരത്തിൽ രാഷ്ട്രീയമായി 2 മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ആയിരുന്നില്ല ഞങ്ങൾ അതിനെ കണ്ടിരുന്നത്. അത് ഒരു തെറ്റായ കാര്യങ്ങൾ എന്ന നിലക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ഒരു സ്വാഭാവിക നീതിയിലും കൂടെ ഭാഗമായിട്ടാണ്. ആ സ്വാഭാവിക നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPMഉം DYFIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം അതിൽ ഇടപെട്ടിരുന്നത്. പിന്നീട് അത് ആർക്കും സംശയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായ തെളിവുകൾ വെളിച്ചത്ത് വന്നു. ആർക്കും മറച്ചുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം കഴിയുന്തോറും വെളിച്ചത്ത് വന്നു. ആ അർത്ഥത്തിലാണ് കേസെടുക്കലും. ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെല്ലാം ചോദ്യം ചെയ്യലിന് വിധേയമാകും. ഇവരുടെ പാർട്ടി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നിപ്പോ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. മറുഭാഗത്ത് വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിയമത്തിന് മുമ്പിൽ എല്ലാ കാര്യങ്ങളും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരം പുലരുവോളം കക്കാൻ കഴിയില്ലല്ലോ, അതാണ് ഉള്ള കാര്യം. തീർച്ചയായും ഈ വിഷയത്തിൽ ഉള്ള പ്രതികരണമാണ് ശ്രീ സി കെ ശശീന്ദ്രൻ നൽകിയത്.